പലരും എന്നെ കാണുന്നില്ല. പക്ഷെ എന്താണ് ഈ പട്ടണം മുഴുവനും കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ പ്രസംഗം ഇതിന്റെ ഓരോ മൂലയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് എന്താണ് ഈ വാക്കുകൾ ആശ്വാസമാണ്. എന്നാൽ നെഗളില് ഈ വചനത്തോട് എതിർത്ത് നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടെ, ഒരു മനുഷ്യൻ നശിച്ചു പോകുവാനും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനും ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മാത്രമാണ്. നിങ്ങളതിനെ അംഗീകരിക്കുന്നെങ്കിൽ ഏത് നശിച്ചു കിടക്കുന്നവരും രക്ഷയുണ്ടാകും. നിങ്ങളിനെ നിഷേധിക്കുന്നെങ്കിൽ ഏത് രാജാവാണെങ്കിൽ ശരി നിങ്ങൾ നശിച്ചു പോകും. ഒരു കഥയോടെ പറയാൻ പണ്ട് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. BC 500 കാലഘട്ടങ്ങളില് ബാബിലോണിയ സാമ്രാജ്യം വാണവനാണ്. ഈ സർവ്വഭൂമിയുടെ മഹത്വമായിരുന്നു അവനുള്ളത്. അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവം അവന് സർവ്വരാജ്യങ്ങളും കൊടുത്തപ്പോൾ അവൻ അഹങ്കരിച്ചിട്ട് നഗരിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റെ കൈ കൊണ്ടല്ലയോ നേടിയത്, ഈ സകല സാമ്രാജ്യങ്ങളിൽ ഞാൻ കീഴടക്കിയത് എന്റെ കൈ കൊണ്ടല്ലയോ എന്ന് ചോദിച്ച മാത്രയില്ല അവനെന്താണ് ഒരു മൃഗത്തെ പോലെ അവന്റെ ശരീരത്തിൽ രോഗം വളർന്നു. അവനൊരു മൃഗത്തെ പോലെ പുല്ല് തിന്നുവാനായിട്ട് വനത്തിലേക്ക് പോയി. മഞ്ഞും വെയിലും കൊണ്ട് അവന്റെ ശരീരം പ്രിയപ്പെട്ടവരെ കഠിനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവം അവനെ തിരിച്ച് തന്റെ യഥാസ്ഥാനത്താക്കിയതുപോലെ നീ നശിച്ചു പോകാനുള്ള കാരണം എന്നാണ് സുവിശേഷത്തെ നീ തള്ളിക്കളഞ്ഞത്, എന്നാണ് നിന്റെ അധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും സുവിശേഷത്തെ പാവപ്പെട്ട ഉപദേശിമാരിൽ നിന്റെ വീട്ടുപടിക്കൽ വന്നപ്പോഴ് എന്നാണ് നിന്റെ ഉപദേശം, എന്നാണ് നീ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെന്ന് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് നിന്റെ സർവനാശം തുടങ്ങിയതാണ്. എന്നാൽ ഇവിടെ ദൈവം നിന്നെ തള്ളിക്കളയുന്നില്ല. മടങ്ങി കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന് ഒരു പുതിയ അനുഭവം വരും. ഇരുട്ട് മാറി വെളിച്ചം വരുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരുമായിക്കോട്ടെ, ഈ യേശുക്രിസ്തുവിനെ നിന്ന ഒരു രാജ്യത്വവും നിലനിന്നിട്ടില്ല. ഒറ്റ രാജ്യത്വവും നിലനിൽക്കത്തില്ല. ആരെങ്കിലും കർത്താവിനെ അംഗീകരിക്കുന്നെങ്കിൽ അവൻ നിലനിൽക്കും. അവനെ തള്ളിക്കളഞ്ഞ ഒരു രാജ്യത്വവും ഭൂമിയിൽ നിലനിന്നിട്ടില്ല. പ്രിയപ്പെട്ടത്, ഒരു രാജ്യവും നിലനിന്നിട്ടില്ല. ഈ സത്യദൈവത്തെ വിട്ടുകളഞ്ഞ ഒരുത്തം പോലും ഈ ഭൂമിയിൽ സമാധാനം കൊണ്ട് ജീവിച്ചിട്ടുമില്ല. ഞാൻ വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ഞാൻ പറയുന്നു, ഈ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ഒരു ഹൃദയത്തിലും സമൂഹത്തിലും സമാധാനമില്ല. സകല പാപങ്ങളിലും വീണ് അവരെന്താണ് നരകാഗ്നിയിലേക്ക് ഒഴുകി പോവുകയാണ്. ചിലർ ദൈവമില്ലെന്ന് പറയുന്നു, ചിലർ ദൈവമുണ്ടെന്ന് പറയുന്നു, ദൈവം ആരെന്ന് അറിയുന്നില്ല. എന്നാൽ എല്ലാവർക്കും മുമ്പിൽ ഈ പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ നിർത്തുകയാണ്. സകല ജാതി മതസ്ഥരെ മധ്യേ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി നിർത്തുകയാണ്. അവനിൽ നിങ്ങളുടെ പാപമോചനവും വീണ്ടെടുപ്പും സാധ്യമാണ്. അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താട്ടുവിൻ, നിങ്ങളെ വിട്ടുകളയുവിൻ. നാളെ മരിച്ചു പോകുന്ന നിങ്ങൾ ഈ യേശുക്രിസ്തുവിന് മുമ്പിൽ കണക്ക് തീർക്കേണ്ടതാകിയാല് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ താട്ടി ഇവനെ രക്ഷകനും കർത്താവുമായിട്ടും അംഗീകരിച്ച് പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത നിത്യ സ്വർഗത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു